തടവുകാരെ തെറ്റായി മോചിപ്പിക്കുന്ന പിഴവുകൾ തടയുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. HNP വാഡ്സ്വർത്ത് ജയിലിന് ഇതിനായി AI സംവിധാനം പരീക്ഷിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും വേഗത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ഒരു പ്രത്യേക വിദഗ്ധ സംഘത്തെ അവിടെ നിയോഗിച്ചിട്ടുണ്ടെന്നും നീതിന്യായ മന്ത്രി ജെയിംസ് ടെംസൺ ലോക്സഭയിൽ ഇന്നലെ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച തെറ്റായി മോചിപ്പിക്കപ്പെട്ട ഒരു ലൈംഗിക കുറ്റവാളിയെയും ഒരു തടവുകാരനെയും പിടികൂടുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതിനെതിരെ ഒട്ടേറെ വിമർശനങ്ങൾ പ്രതിപക്ഷ എംപിമാർ സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. കാണാതായ തടവുകാരുടെ കൃത്യമായ എണ്ണം സംബന്ധിച്ച് ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാബി ഇന്ന് പാർലമെന്റിൽ പ്രസ്താവനയിലൂടെ അറിയിക്കുമെന്നും വിവരമുണ്ട്. AI സംവിധാനങ്ങൾ ജയിൽ സംവിധാനത്തിൽ നിരവധി മേഖലകളിൽ സഹായകരമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. തടവുകാരുടെ പേരുകൾ ക്രോസ് റഫറൻസ് ചെയ്യുക, അതുവഴി അവർ വ്യാജനാമങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ മറയ്ക്കുന്നത് തടയുക, വിവിധ ഡേറ്റാബേസുകൾ സംയോജിപ്പിക്കുക, ശിക്ഷാ കാലാവധിയും മോചന തീയതിയും കൃത്യമായി കണക്കാക്കുക എന്നിവയെല്ലാം AI വഴി ആക്കാമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.